ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി, അതായത് ഒരു പ്രസൻറ്റ് എനർജി എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിയർ ഫ്യൂച്ചർ നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ ഇട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഒരു റൊമാൻറ്റിക് ഏഞ്ചൽസ് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് അവസാനം നോക്കാം. ഇപ്പോൾ നമുക്ക് മെയിൻ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും പാസ്റ്റിലേക്ക് നോക്കിയിരിക്കുകയാണ്. അതായത് പാസ്റ്റിൽ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ഗംഭീരമായിട്ട് പോയ ഒന്നായിരിക്കാം. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. ആ ഒരു തരത്തിലൊക്കെ മുന്നോട്ട് പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും തുടർന്നും നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതേ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കത് തന്നെ വേണം എന്ന് നമ്മൾ വാശി പിടിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലവർക്ക് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സണോട് തുറന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ വായിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ ഡയറക്റ്റ്ലി അറിയാനൊക്കെ നിങ്ങൾ കൊതിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം വളരെ സംയമനത്തോടു കൂടി മനസ്സിനകത്ത് അടക്കി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ചില കേസിൽ നമ്മൾ പറയുന്ന പോലെ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ആപ്റ്റായിട്ടുള്ളൊരു സമയം വരട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോട് കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അതിന് പറ്റിയ ഒരു അവസരം ഇതല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയണം എന്ന് ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതെല്ലാം മനസ്സിനകത്ത് അടക്കി പിടിച്ച് എനിക്ക് ആ ഒരു പഴയ എനർജി അല്ലെങ്കിൽ ആ ഒരു പഴയ സ്നേഹം ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭൂരിഭാഗം മേജർ ആർക്കാന എനർജീസ് എന്ന് പറയുന്നതും നല്ല രീതിയിൽ പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കൂടുതലും ദുഃഖങ്ങളും മാനസിക സംഘർഷങ്ങളൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുന്നത്. സന്തോഷം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാസ്റ്റ് എനർജിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ കുറവായിരിക്കാം. നമ്മളൊരു കമ്പാരിസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തെക്കാൾ ഉപരിയായിട്ട് സങ്കടങ്ങളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം കൂടുതലായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ പല കാര്യങ്ങളിലും നിങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ എങ്ങനെ കയ്യിലെടുക്കണം എന്നൊക്കെ നല്ല രീതിയിൽ അറിയുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. ഇപ്പോൾ ഒരാളെ വളരെയധികം സന്തോഷിപ്പിച്ച് മറ്റൊരു യൂണിവേഴ്സിൽ കൊണ്ടെത്തിക്കാൻ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് കഴിഞ്ഞെന്ന് വരാം. ഇനി അതുപോലെ തന്നെ ഇവർക്കൊരു അനിഷ്ടമോ കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നേരെ തന്നെ എടുത്ത് താഴത്തേക്ക് ഇടാനും ഈ ഒരു പേഴ്സണിന് യാതൊരു മടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് സാഹചര്യം അനുസരിച്ച് ആ ഒരു വ്യക്തിക്ക് പെരുമാറാനായിട്ട് നല്ല രീതിയിൽ കഴിയുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ കൂടുതലായിട്ടും അവരുടെ ഒരു സെൽഫിഷ്നെസ് അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോയ്സസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവാം. ഒരുപാട് പേര് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഒരു പ്രശസ്തി ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കഴിവുകളൊക്കെ ഉള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്നേഹവും പരിഗണനയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു വ്യക്തി ഒരു കാലത്ത് കാണിച്ച അതേ ആ ഒരു സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിനകത്ത് അവർ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ചില കേസസിനകത്ത് പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട്, അല്ലെങ്കിൽ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് വിടാതിരിക്കുന്നത് കൊണ്ടൊക്കെ
ആ ഒരു പേഴ്സണ് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിലുള്ള തടസ്സം, അത് അതെല്ലാം മാറ്റിക്കൊണ്ട് വളരെ കാര്യമായിട്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കും. കാരണം നമ്മളൊരു ഫ്രീ വിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ അതിന് സാധിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്ത് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അവർക്കുള്ളത്. പക്ഷെ ആ ഒരു പേഴ്സൺ അത് വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരിവിടെ മറ്റൊരു മായിക ലോകത്ത് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രലോഭനത്തിന്റെ പുറകെയാണ് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി എനർജി ഇൻ ബിറ്റ്വീനിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പക്ഷേ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് ആ ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ പരിധിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, എല്ലാം വളരെ സൈലന്റ് ആയിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഇപ്പോൾ ചിലവരുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറക്കെ വിളിച്ച് ചീത്ത പറയുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്തിരിക്കുമെന്ന് വെല്ലുവിളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വളരെ പാവത്തിനെ പോലെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മായിക വലയത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വയം റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുമില്ല. അവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷനകത്ത് സ്റ്റക്കായി നിൽക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പെട്ടിരിക്കുകയാണെന്ന് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയുമല്ല. അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സൺ വളരെ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നതായിട്ട് തന്നെയാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ പുറമേ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ട്രാപ്പിനകത്ത് പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ പപ്പറ്റായിട്ട് അവർ നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ആ ഒരു വ്യക്തി അത് സ്വയം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ സ്വയം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം റിയലൈസ് ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബോധത്തിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു എനർജിക്കകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് ആ ഒരു എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ഇമോഷണലി കൊണ്ടുപോയി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള ആ ഒരു കാര്യങ്ങളുടെ എല്ലാം ഹോൾഡ് ചെയ്തതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു എനർജീനകത്തൊക്കെ പെട്ടിരിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ സ്വയം തിരിച്ചറിയുന്നില്ല, ഞാൻ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് പെട്ടിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതെനിക്ക് അത്രയും ഫേവറബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് അവർ സ്വയം തിരിച്ചറിയുന്നില്ല. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഓക്കെയാണ്, അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദുഃഖമായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ അതൊന്നും റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു പേഴ്സൺ തന്നെ യാതൊരു ബോധ്യവും ഇല്ല, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയും വിഷമവും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരിപ്പോഴത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു മായിക ലോകത്ത് പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് പോകാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ നിലവിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, ഒരു ഇൻഡിസിഷൻ എനർജി, അല്ലെങ്കിൽ ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ്. ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു പേഴ്സണ് വ്യക്തമാവുന്നില്ല, അല്ലെങ്കിൽ അവരതിനായിട്ട് കൂടുതൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു കാര്യം ഇവിടെ പറയേണ്ടത്, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് കഴിയുന്നില്ല. ഇപ്പം നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ളൊരു തേർഡ് പാർട്ടി എനർജി ഉണ്ട്, അല്ലെങ്കിൽ അത് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ വ്യക്തിക്ക് പ്രകടമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായത്, ഇവരുടെ ഒരു സ്നേഹം നഷ്ടപ്പെട്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. എന്നുള്ളത് പോലെ തന്നെ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്നാൽ കംപ്ലീറ്റ്ലി ഇത് അറുത്ത് മുറിച്ച് കളയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടും അത് സാധിക്കുന്നില്ല. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു അഡിക്ഷൻ പോലെ നിങ്ങൾ തമ്മിൽ അറ്റാച്ച്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ട്രേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് വിട്ടുപിരിഞ്ഞ് പോകാനായിട്ട് കഴിയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായിരിക്കും. കാരണം നിങ്ങളെ അത്രയും സ്നേഹിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. അത്രയും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി, അവരൊരിക്കലും നിങ്ങളെ വിട്ട് പോയില്ലാതെ നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഓർത്തൊരു റിഗ്രറ്റ് ഇല്ലാതെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വഴിയിൽ കൂടുതൽ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളത് നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ട്രാൻസ്ഫർമേഷൻ ഫേസ് ആണ്. ആക്ച്വലി നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ, മറ്റേതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറകെ അവർ നിങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് തെറ്റാണെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ഇവിടെ അവരെ മാത്രം നമുക്ക് ബ്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അവരൊരു എനർജിക്കകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു പേഴ്സണത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ഭ്രമത്തിൽ അടിപ്പെട്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണ് കെട്ടി കളയുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പെട്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ചേഞ്ച് കടന്നു വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു കാലത്തിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കുന്നുള്ളതാണ്. എപ്പോഴും എല്ലാ കാര്യവും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കില്ല, എപ്പോഴും അതിന് മാറ്റം വരും, വേരിയേഷൻസ് വരും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സന്തോഷം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മതിമറന്ന് നടക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടുതലൊരു ശ്രദ്ധിക്കാത്തൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആ ഒരു റിയലൈസേഷനിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ്. കാരണം ഇവരുടെ ലൈഫിൽ നിയറസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടവർ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു തകർച്ച ഉണ്ടാകുന്നുണ്ട്. അത് ഒരു പക്ഷേ ആ ഒരു തകർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ഇടപെട്ടിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർ നേരിടുന്ന ഒരു തകർച്ചയായിരിക്കാം, വിശ്വാസത്തിൻ്റെ തകർച്ചയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഇവരെ ചീറ്റ് ചെയ്ത് പോകുന്ന അവസ്ഥയായിരിക്കാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് താങ്ങാൻ പറ്റാത്തതിലധികം ഒരു സമ്മർദ്ദം, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം, ഒരു പരിണാമം തീർച്ചയായിട്ടും സംഭവിക്കുന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഭ്രമത്തിനകത്ത് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്ന സാഹചര്യങ്ങൾ അവരുടെ ലൈഫിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ മൊത്തത്തിൽ കാര്യങ്ങൾ തകിടം മറിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ അവരുടെ ലൈഫിനകത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തതിനാണ് അവർ ഈ ഒരു കാര്യങ്ങൾ അനുഭവിച്ചത് എന്ന് ചിലപ്പോൾ അവർക്ക് പോലും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഇൻസിഡൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടായിരിക്കും ഈ ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നാളുകൾ എടുത്തിട്ടുണ്ടാവാം. അത് ഓരോരുത്തരുടെയും നമ്മളുടേതായിട്ടുള്ള അവസ്ഥ, നമ്മളുടെ സമയം, നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള ഒരു കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ളതാണ്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അതിനകത്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുക. ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ഒരുപാട് നാളുകൾ അത് അനുഭവിക്കേണ്ടതായിട്ട് വരാറില്ല. ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഒരുപാട് അനുഭവിച്ച് തന്നെ തീർക്കാനായിട്ടുള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു മാറ്റം സംഭവിക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ഒട്ടും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ തരാതെ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ ആ ഒരു മൂല്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇൻസിഡൻറ്റ് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിയർ ഫ്യൂച്ചറാണ് നോക്കിയത്, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്ന എനർജീസ്, അല്ലെങ്കിൽ കുറച്ചും കൂടി വിസിബിളായിട്ട് വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുന്നത് എർത്ത് സയൻസ്, അതുപോലെ തന്നെ വാട്ടർ സയൻസ് എനർജീസാണ്. അതായത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അതുപോലെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജീസ് വളരെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എന്ന് വിചാരിച്ച് മറ്റുള്ള എനർജീസ് ഇതിനകത്ത് ഇല്ല എന്നുള്ളതല്ല, കുറച്ചും കൂടി മുൻപിൽ നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റൂളിംഗ് പ്ലാനറ്റ് ഈ ഒരു സമയത്ത് ശനിയായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിഷമാവസ്ഥ, അല്ലെങ്കിൽ അതിനൊരു ചേഞ്ച് വരും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു ഏഞ്ചൽസ് മെസ്സേജസ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് വർത്ത് വെയിറ്റിംഗ് ഫോർ എന്നുള്ള ഒരു എനർജിയാണ്. ഡിവൈൻ ടൈമിംഗ് ഈസ് ഇറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിനകത്ത് ഒരു പണിപ്പുരയിലാണ് ആ ഒരു ഡിവൈൻ ടൈമിംഗ് വരാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അണ്ടർ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതിനകത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ തീർച്ചയായിട്ടും പതിയെ ചേഞ്ചസ് ഉണ്ടായി വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിംഗ് നിങ്ങൾക്ക് എത്രയും വേഗം കിട്ടുന്നുള്ള ഒരു സൂചനയാണ്. ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് എന്നുള്ളതാണ്. വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വീണ്ടും ഒരു ചാൻസ് കൂടി കൊടുക്കൂ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു പാർട്ട്ണർഷിപ്പിനായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ആണ്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആയിക്കോട്ടെ, നിങ്ങളുടെ അഫർമേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം നിങ്ങളെ വീണ്ടും യോജിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു തരുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്കാവുന്ന ഒരു ബന്ധം തന്നെയാണ്. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. നിങ്ങളത് വിശ്വസിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് റീകൺസിലിയേഷൻ എനർജിയാണ്. സമ്മൺ ഫ്രം യുവർ പാസ്റ്റ് ഇസ് റിട്ടേണിംഗ് ടു യുവർ ലൈഫ്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ആ ഒരു റീകൺസിലിയേഷനെ കുറിച്ചാണ് പറയുന്നത്. എത്ര അകന്ന് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും വീണ്ടും ഇതിനകത്ത് ഒരു റീയൂണിയൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ എനർജീസായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കാത്തത് ഓൾറെഡി നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എനർജിയൊക്കെ വന്നുകൊണ്ടാണ്. പിന്നെ ഇവിടെ അടുത്ത് നിൽക്കുന്ന സോഡിയക് സൈൻസിനെ കുറിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് ക്ലൂസിലേക്കൊന്നും പോകാത്തത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 ചോയ്സാണുള്ളത്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക, അത് വേണ്ടാന്ന് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനൊരു മാറ്റം ഉണ്ടാവും എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അതിനായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് മാനസികമായിട്ട് തീരുമാനിച്ചിട്ടുള്ള വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഈ ഒരു പേഴ്സൺ ഒരുമിച്ച് എനിക്കൊരു ലൈഫ് വേണം എന്ന് തീരുമാനിച്ച വ്യക്തികളോടാണ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഇൻറ്റൻഷനിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നെഗറ്റീവ് വൈബിലേക്ക് പോകാൻ ആയിട്ട് നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് തയ്യാറെടുക്കാതിരിക്കുക. പോസിറ്റിവിറ്റി തന്നെ മാക്സിമം മനസ്സുകൊണ്ട് വിചാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ സ്വയം അവിടെ ഒരു ഇടുങ്ങിപ്പോവാതെ, അല്ലാതെ അതായത് നമ്മൾ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി തന്നെ ഓർത്ത് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുടക്കുക, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളായിട്ട് തന്നെ ഒരു സന്തോഷം അനുഭവിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും സഞ്ചരിക്കാതിരിക്കുക. നമ്മളായിട്ട് തന്നെ വളരെ വൈബ്രൻ്റ് ആവാനും പോസിറ്റീവ് ആവാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്റ്റായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു സ്ട്രോങ് ബോണ്ടിങ് വരാനായിട്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.